കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ശ്രീ ശംബര മഹർഷി ഭഗവത് വിലാസങ്ങൾ കാണാൻ തപസ്സനുഷ്ഠിച്ച വനഭൂമിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്നും അതിന്റെ ഓർമ്മയ്ക്കായി ഇരുശംബര എന്ന പേരിൽ നിന്നാണ് തൃച്ചംബരം ക്ഷേത്രത്തിന് ആ പേര് വന്നതെന്നാണ് ഐതിഹ്യം. കംസവധത്തിനു ശേഷം ക്രോധനായി നിൽക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ. കംസവധത്തിനു ശേഷം വിശക്കുന്ന വയറുമായി ഓടിയെത്തിയ ശ്രീകൃഷ്ണന് അമ്മ പഴഞ്ചോറ് നൽകി എന്നാണ് വിശ്വാസം. ഇതിന്റെ തുടർച്ചയായി പുലർച്ചെ ക്ഷേത്ര നട തുറക്കുമ്പോൾ ആദ്യം വെള്ളം നേദിക്കുകയും അതിനുശേഷം അഭിഷേകം നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ആനകളെ ഉത്സവത്തിനും മറ്റാചാരങ്ങൾക്കും ഉപയോഗിക്കാറില്ല. രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠ എങ്കിലും ക്ഷേത്രത്തിലെ ബലിബിംബം ഉണ്ണിക്കണ്ണന്റെയാണ്. കിഴക്കോട്ട് ദർശനമായ ഈ ക്ഷേത്രത്തിൽ 3 പൂജകളാണുള്ളത്. നവരാത്രി ഉത്സവവും വിദ്യാരംഭവും ക്ഷേത്രത്തിൽ പ്രധാനമാണ്. അതിപുരാതനമായ നിർമ്മാണ രീതികളാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്ന് ജലദുർഗ ക്ഷേത്രവും മണ്ഡപവും 3 നിലയുള്ള ശ്രീകോവിലും കോവിലിന് ചുറ്റുമായി കൊത്തിവെച്ചിരിക്കുന്ന പുരാതന കഥാസന്ദർഭങ്ങളുമൊക്കെ കാണുവാൻ സാധിക്കും. പ്രധാന വഴിപാട് പായസമാണെങ്കിലും 1000 അപ്പം വഴിപാടും ഇവിടെ നടത്താറുണ്ട്. വിഷു, ശിവരാത്രി മുതലായ ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് തൃച്ചംബരത്തെ വിഗ്രഹം എഴുന്നള്ളിക്കാറുമുണ്ട്. നട തുറക്കുന്നതിന് മുമ്പേ തിടപ്പള്ളിയിൽ നിവേദ്യം തയ്യാറാക്കി ശേഷം കയ്യിൽ നിവേദ്യവുമായാണ് മേൽശാന്തി നട തുറക്കുന്നത്. നിർമ്മാല്യ ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രവുമാണിത്. തൃച്ചംബരം ക്ഷേത്രത്തിലെ ഉത്സവം കുംഭം 22 മുതൽ മീനം 6 വരെയാണ്. ഉത്സവം കൊടിയേറിയാൽ മഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ അറിയിക്കണമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ചെന്ന് മണിയടിച്ചാണ് ഉത്സവ വിവരം അറിയിക്കുന്നത്. അന്നേ ദിവസം തന്നെ രാത്രി 1 മണിയോടെ മഴൂരിൽ നിന്നും ബലരാമ വിഗ്രഹം എഴുന്നള്ളിച്ച് തൃച്ചംബരത്തേക്ക് കൊണ്ടുവരും. പിന്നെ ആഘോഷങ്ങൾ പൂക്കോട്ട് നടയിലാണ്. നൃത്തോത്സവം, ബാലലീലോത്സവം, ദേവോത്സവം, മഹോത്സവം തുടങ്ങിയവയാണ് പ്രധാന ആഘോഷങ്ങൾ. കൂട്ടത്തിലോട്ടം, ആനന്ദ നൃത്തം, കൂടിപ്പിരിയൽ തുടങ്ങിയവയും ഉത്സവത്തിന്റെ ഭാഗമാണ്. ബലരാമനെത്തുന്ന ദിവസത്തെ തിടമ്പു നൃത്തവും 4ാം ഉത്സവത്തിലെ നാട് വലം വയ്ക്കുന്ന ചടങ്ങ്, 6ാം ഉത്സവത്തിലെ ആറാട്ട് തുടങ്ങിയവയും കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഉപദേവതകളായി നാലമ്പലത്തിനുള്ളിൽ കന്നിമൂലയിൽ ഗണപതിയും ഇടത് ഭാഗത്തായി വൃക്ഷസേനൻ എന്ന പരിചാരകനും വടക്കു പടിഞ്ഞാറേ മൂലയിൽ ശിവനും ക്ഷേത്രമുറ്റത്ത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ദുർഗയും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ശാസ്താവും കുടികൊള്ളുന്നു. ക്ഷേത്രം പുലർച്ചെ 5 മണി മുതൽ 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയുമാണ് ക്ഷേത്രം തുറന്നിരിക്കുന്നത്.